തൗബ തൗബ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മജ്ലിസ് ആവുക, ദീർഘനേരം ആവുക, അങ്ങനെയൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോയെന്ന് അള്ള ചെക്ക് ചെയ്യുക. കഴിഞ്ഞ കൊല്ലം അവന് ഇങ്ങനെ ലാസ്റ്റ് മിഡ് ടൈം എക്സാമിന്റെ മാർക്ക് പെർസെൻറ്റേജ് അത് നമ്മളല്ലോ അറ്റ് മൊമെന്റ് അയാൾക്ക് നന്നാവണമെന്നുണ്ടോ, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ റമദാനിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബാത്ത്. കാരണം തടസ്സങ്ങളില്ല. റബ്ബ് എപ്പോഴും കാത്തിക്കണ നമ്മുടെ അടുത്ത് ചെറിയ എന്തെങ്കിലും അങ്ങോട്ട് അടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടോ എന്നുള്ളത് തന്നെ. തന്നെയാണ് ഈ ഒരു ചാൺ അടുത്താൽ ഒരു മുഴ അടക്കും, നിങ്ങൾ ഓടി വന്നാൽ റബ്ബ് നിങ്ങൾ നടന്നു വന്ന ഓടി വരും എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ. ഈ തവ്വാബി എന്ന് പറഞ്ഞാല് താഇബി എന്ന് പറഞ്ഞാൽ മതി, തൗബി എന്ന് പറയും. തവ്വാബി എന്ന് പറഞ്ഞാല് ഇടക്കിടക്ക് തെറ്റ് സംഭവിച്ചു പോയി വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് അടുക്കുന്നവർ, ഇടക്കിടക്കേ തൗബ ചെയ്യുന്നതാണ് ആ തവ്വാബിന്റെ അർത്ഥം തന്നെ. ഒരു വട്ടം ഒരാൾ തൗബ ചെയ്ത് നന്നായി, പിന്നീട് അയാൾ തെറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയും തൗബ ചെയ്യുമ്പോൾ മലക്കൾ അള്ളഹാനോട് ചോദിക്കും അത്രേ, ചെങ്ങായി പിന്നെയും വന്നിട്ടുണ്ട്. ഏതെങ്ങായി ആ മൊബൈലെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ എങ്ങനെ വന്ന് പുതിയ ഫോണ് വാങ്ങി ഓർഡർ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു. അപ്പൊ അള്ള പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അള്ളയാണ് ആ പാവം അംഗീകരിക്കുന്നുണ്ടല്ലോ. അള്ളാഹ് അത്രയുണ്ട്.